ലഹരിക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. നമുക്കതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. സർക്കാർ തലത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. കാരണം സർക്കാരിനാണ് നിയമവാഴ്ചയ്ക്കുള്ള സംവിധാനങ്ങളുള്ളത്. അതുകൊണ്ട് അവർക്കാണ് ഈ ലഹരിയുടെ ഇങ്ങോട്ടുള്ള കടന്നുവരവിനെ ഏറെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ലഹരി വസ്തുക്കൾക്കെതിരായിട്ടുള്ള ക്യാമ്പയിനിങ്ങും കാര്യങ്ങളും എല്ലാം സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് പത്രദ്വാര നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വായിക്കുകയുണ്ടായി, മറ്റൊരു വശത്ത് ഈ ലഹരി പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാനും സർക്കാർ തന്നെ പരിശ്രമിക്കുകയാണ്. ഇപ്പോൾ മദ്യഷാപ്പുകളുടെ ദൂരപരിധി കളയാനായിട്ട് പോകുന്നു. അതുപോലെ ഡ്രൈ ഡേ എടുത്ത് മാറ്റാനായിട്ട് പോകുന്നു. ടെക്നോ പാർക്കുകളിൽ, നമ്മുടെ ഏറ്റവും മിടുമിടുക്കരായ ചെറുപ്പക്കാരെ പ്രവർത്തിക്കുന്ന ടെക്നോ പാർക്കുകളിലൊക്കെ ബാർ അനുവദിക്കാനായിട്ട് പോവുകയാണ്. അവിടവും കൂടെ ഒരു പരുവാക്കിയെടുക്കാനുള്ള രീതിയിലാണ്. ഇത്രയും നാൾ ബാർ ഇല്ലാഞ്ഞതുകൊണ്ട് ടെക്നോ പാർക്കുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അവിടെ ആരെങ്കിലും ജോലി ചെയ്യാൻ പോകാതിരുന്നിട്ടുണ്ടോ? അവർക്ക് ജോലി ഇല്ലാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. ജോലിയൊക്കെ ചെയ്യാൻ നമ്മുടെ ചെറുപ്പക്കാർ ക്യൂ നിൽക്കുകയാണ്. അവിടെയാണ് പോയി ആ ചെറുപ്പക്കാർ സമ്പാദിക്കുന്ന പണവും കൂടെ എങ്ങനെയെങ്കിലും ആ ജോലി സ്ഥലത്ത് വെച്ച് തന്നെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ടെക്നോ പാർക്കുകളിലും ബാറുകൾ ആരംഭിക്കുന്നു. ഈ വാർത്തകളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സർക്കാരിനെ വിശ്വസിക്കാനായിട്ട് സാധിക്കുക? അതാണ് നമ്മൾ ഒരു വശത്ത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും മറുവശത്ത് വർദ്ധിത വീര്യത്തോടെ മദ്യവും ലഹരി തന്നെയാണല്ലോ, മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും. ഇത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെയാണ് ഏതൊരു ജനാധിപത്യ സർക്കാരും ലക്ഷ്യമാക്കേണ്ടത്. ആരോഗ്യമുള്ള സമൂഹം ആരോഗ്യം സൂക്ഷിക്കുന്നതിൽ ഏറ്റവും അവരെ ദോഷകരമായി ബാധിക്കുന്നത് ഈ ലഹരിയാണെങ്കിൽ അതിനെ ഏതു തരത്തിലും ഉന്മൂലനം ചെയ്യാനുള്ള പരിശ്രമങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് അപലപനീയമായ ഒരു കാര്യമാണെന്ന്, പ്രത്യേകിച്ചും ഈ വരാൻ പോകുന്ന ലഹരിയെ പ്രത്യേകിച്ച് മദ്യത്തെ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു നിലപാട് അത് വളരെയേറെ അപലപനീയമാണ് എന്ന് പറയാതെ വയ്യ. മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കണം, ലഹരിയുടെയും ലഭ്യത കുറയ്ക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.